ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ട് സാറിന്. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വരുന്നതാണ്. എല്ലാരും ഓർത്തിരിക്കാൻ പറ്റുമോ? ബാലൻസ് എന്തെങ്കിലും തരണ്ടോ? ബാലൻസ് ഒന്നുമില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ച കുറച്ച് ആളുകൾക്ക് ഫുഡ് പോയിസൺ പിടിപെട്ടു. എല്ലാവർക്കും വയറ്റിളക്കം വരും. ഓ, ആ റൂട്ടാണല്ലേ. ചില ആൾക്കാർക്ക് കുടലിന് ബലം കാണത്തില്ല. പിന്നെ വാരി വലിച്ച് വെട്ടുമ്പോ ഓർക്കണം, വല്ല ഗ്യാസ് ഡോക്ടറെ കണ്ടാ മതി. ആരെ കാണണം കണ്ടാന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു വാണിംഗ് തരാൻ വന്നു. ഓ, അതിനുള്ള കപ്പാസിറ്റി ഒക്കെ നിനക്കൊക്കെ ഉണ്ടോടാ? വൈശാഖ, ഇവിടെയുള്ള ആൾക്കാരത്ത് പറയട്ടെ, ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ വയറിലാവും പറയട്ടെ. ഒന്ന് പോടാ അങ്ങോട്ട്. നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇങ്ങനെ അല്ലായിരുന്നു. എന്നാരെ എങ്ങനെ ആക്കിയത്? ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ്. വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഹലോ. ആ സർ. ആ ഇല്ല, അങ്ങനെ ആരും ഒരു പരാതിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ ഓക്കെ സർ. ആ ഹോട്ടലിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഭദ്ര ഹോട്ടൽ. ഓക്കെ ഓക്കെ. ആ ഓണറുടെ പേര് ഭദ്രൻ. ഓക്കെ സർ. ശരി സർ. ആ ഇതുവാ ഇത് പരാതി വന്നാൽ നടപടി എടുക്കരുത്. പിന്നെ ഞാൻ എന്തിനു തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ചാടും. വെറുതെ പറയുന്നതല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവിടത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ട് എല്ലാരും കൊടുക്കും. ഇവളും കൊടുക്കും, ഇവനും കൊടുക്കും, ഇവളും കൊടുക്കും, എല്ലാരും കൊടുക്കും. വാപ്പ ചാടുന്നു, വാപ്പ ചാടും. ഇക്കെന്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്ത്? എടീ, താനൊരു ചെറുപ്പക്കാരനല്ലേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ? ഞാൻ പറയാനുണ്ട്, വാപ്പയ്ക്ക് മനസ്സിലാവേണ്ട. ഒന്ന് പൊട്ടിക്കട്ടെ മാഡം. എടോ, തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10-22 പേരാ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ട് കൂട്ടിച്ചത്. ആണല്ലേ? ഇനി കമ്മീഷണറുടെ ഉത്തരവ് വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ ചാടും. എന്നാ നിങ്ങൾ പോയി ചാടും. താൻ ചത്താ തന്റെ കുടുംബത്തിന് നഷ്ടം. എന്ത് പൊഞ്ചാലേ. എന്തേ ചാടുന്നില്ലേ? ഓ, ആ ഫ്ലോ അങ്ങ് പോയി. വാ. ബ്യൂട്ടിഫുൾ ലേഡി.